രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ നമ്പർ 1 തീവ്രവാദിയാണ് എന്ന് കേന്ദ്രമന്ത്രിയായ ബിജെപി നേതാവ് रवनीत सिंह बिट्टू। देखो, राहुल गांधी मेरी ख्याल से एक तो पहले वो हिंदुस्तानी नहीं, उनको अपने देश के साथ ज्यादा प्यार नहीं। इस आदमी को जो हमारी बड़ी नंबर की पॉपुलेशन है, जो देहात में है, जो आम है, वो गरीब है, उसका दर्द ही नहीं पता। देश के नंबर 1 टेररिस्ट अगर किसी को मेरी ख्याल से किस पे इनाम होना चाहिए पकड़ने के लिए, जब देश का सबसे बड़ा दुश्मन जो जिसको लाना चाहिए एजेंसीज को, वो आज राहुल गांधी है। അതൊരു മേജർ കോൺട്രവേഴ്സിയായി മാറിയിട്ടുണ്ട്. കാര്യം നമ്പർ 1 ടെററിസ്റ്റ്, തീവ്രവാദി അല്ലെങ്കിൽ ഭീകരവാദി എന്ന് രാജ്യത്തെ ഷാഡോ പ്രൈം മിനിസ്റ്ററെ, ലോകസഭയിലെ പ്രതിപക്ഷ നേതാവിനെ വിളിക്കുന്നത് അനൗചിത്യം മാത്രമല്ല, തികച്ചും അസംബന്ധവും അനൗചിത്യവും അതോടൊപ്പം വളരെ മോശകരമായ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് കൂടിയാണ്. അതായത് എതിരാളികളെ ബഹുമാനിക്കാനും അവരുടെ നിലപാടുകളോട് വിയോജിക്കാനും അല്ലാതെ നെയിം കോളിംഗ് അഥവാ ഒരു വ്യക്തിയെ തീവ്രവാദി എന്ന് വിളിക്കൽ, ഒരു വ്യക്തിയെ ഏതെങ്കിലും രീതിയിൽ അബ്യൂസ് ചെയ്യൽ ഒരിക്കലും നമ്മുടെ ജനാധിപത്യത്തിന് ചേർന്നതല്ല. നമ്പർ 1 ടെററിസ്റ്റ് ഇൻ ദ കൺട്രി എന്നാണ് ഭഗൽപൂരിൽ വെച്ച് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ റെയിൽവേസ് ആയ ബിട്ടു രാഹുൽ ഗാന്ധിയെ വിശേഷിപ്പിച്ചത്. ഇത് അതിശക്തമായ രീതിയിൽ ഭരണപ്രതിപക്ഷ ഭേദമന്യേ ഒരുപക്ഷെ എല്ലാ റീസണബിളായ രാഷ്ട്രീയ വിദ്യാർത്ഥികളും നിരീക്ഷകരും എല്ലാം അതിനെ അപലപിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ നിലപാടിനോട് വിയോജിക്കുന്നതും രാഹുൽ ഗാന്ധിയെ നമ്പർ 1 ടെററിസ്റ്റ് എന്ന് വിളിക്കുന്നതും തികച്ചും രണ്ട് കാര്യങ്ങളാണ്. കോൺഗ്രസ് അതിശക്തമായി ഇദ്ദേഹത്തിന് എതിരെ തിരിച്ചടിക്കുകയും ഇദ്ദേഹം സൈക്കാട്രിക് ഹെൽപ്പ്, ഒരു ഡോക്ടറുടെ ഹെൽപ്പ് സ്വീകരിക്കണം, ഒരു മാനസിക പ്രശ്നമാണ് എന്ന് തിരിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്തരം ഡിസ്കോഴ്സുകൾ നമ്മുടെ രാജ്യത്തിന് ഗുണം ചെയ്യും. ടെററിസ്റ്റ് എന്നൊക്കെ പറയുന്നത് വളരെ ഗ്രാവിറ്റി ഉള്ളൊരു വാക്കാണ്. അപ്പോൾ ആ ഗ്രാവിറ്റി ഉള്ള വാക്കിനെ രാഷ്ട്രീയ പ്രതിയോഗികളുടെ മേൽ ആരോപിക്കുമ്പോൾ ആ വാക്കിന്റെ ഗ്രാവിറ്റി കുറയുകയാണ്, ആ വാക്കിന്റെ സീരിയസ്നെസ് പലപ്പോഴും കുറയുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കമന്റുകൾ പലപ്പോഴും ദോഷകരമാണ്, പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിന് മോശമാണ്. ഈ രീതിയിൽ രാജ്യത്തിന്റെ മുമ്പോട്ടുള്ള പോക്കിന് അത് പലപ്പോഴും മോശമാണ്, ആ പൊളിറ്റിക്കൽ റെട്രിക്കിന്റെ കാര്യത്തിൽ തന്നെ. പക്ഷേ ഏത് പാർട്ടിയാണെങ്കിലും, BJPയോ കോൺഗ്രസോ CPMോ ആപ്പോ ആണെങ്കിലും ഈ ടെററിസ്റ്റ് പോലുള്ള പ്രയോഗങ്ങൾ ആർക്കും ശോഭ തരുന്നില്ല എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്, രാഹുൽ ഗാന്ധിയുടെ നാക്കു മുറിക്കുന്നവർക്ക് 11 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ച് ശിവസേന ഷിൻഡെ വിഭാഗം MLA संजय गैक्वाद। का निवाला छीनने की बात करें, मेरा चैलेंज इस राहुल गांधी को, जो बाबा साहब का संविधान करने की बात करते हैं, जो इसकी जिवा छटेगा मैं उसको 11 लाख का इनाम दूंगा, जो मेरे बाबा साहब का संविधान बदलने की बात कर रहा है. ഒരു ഇരിക്കുന്ന MLA ആണെന്ന് കൂടി ഓർക്കണം. സ്ഥാനത്തിരിക്കുന്ന ഒരു MLA ആണ് രാഹുൽ ഗാന്ധിയുടെ നാക്കു മുറിക്കുന്നതിന് 11 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിക്കുന്നത്. അത് വളരെ ഡേഞ്ചറസ് ആയ, അതായത് സ്ഥാനത്തിരിക്കുന്ന MLA-മാർ കാശ് കൊടുത്തു പോലും എതിരാളികളെ ആക്രമിക്കും എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് ഇന്ത്യൻ ജനാധിപത്യത്തെയും ലോകത്തെ ഏത് ഭാഗത്തെ ജനാധിപത്യത്തെയും കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിന്റെ വീഡിയോ വളരെ പ്രകോപനപരമാണ്. പ്രതിപക്ഷ നേതാവ്, ഷാഡോ പ്രൈം മിനിസ്റ്ററായ ഒരു വ്യക്തിയുടെ നാക്കു മുറിക്കാൻ ഒരു ഇനാം പ്രഖ്യാപിക്കുക എന്നുള്ള ക്രിമിനൽ ഒഫൻസ് ആണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതിനെതിരെ ആക്ഷൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. BJP ക്യാമ്പിൽ നിന്നടക്കം ഈ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞ് ആൾക്കാർ മുമ്പോട്ട് വന്നിട്ടുണ്ട്. BJPയുടെ മഹാരാഷ്ട്ര പ്രസിഡന്റ് അടക്കം ഇതിനെ അപലപിച്ചിട്ടുമുണ്ട്. ഇവിടെയാണ് പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇത്തരം അപകടകരമായ ത്രെറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളെ നമ്മൾ എതിർക്കേണ്ട ആവശ്യകത ഉണ്ടാകുന്നത്. നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക. എല്ലാ കമന്റും ഞാനിത് വായിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസ് കുറെ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും. തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്വാളിറ്റിയുള്ള കണ്ടന്റ്, കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക്. എല്ലാ അത്തരം കമന്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആ കമന്റ്സ്, നിങ്ങളുടെ ലൈക്സ്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആദരം, നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസിസം, നെഗറ്റീവ് ക്രിറ്റിസിസം, ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. നമസ്കാരം.